പൊന്നു ബ്രോ, എന്തൊക്കെയാണ് കേൾക്കണത്? സകല സാധനങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറയണ്ടല്ലോ അവിടെ നിന്ന്. ഇതൊന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ നീ ഉറങ്ങുകയായിരുന്നു. നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ? പൊന്നാരമായി ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ കഴിവുകളൊന്നും എനിക്കില്ല. കുറേ മനുഷ്യർ എനിക്ക് ചാർത്തി തന്ന ഒരു പട്ടമാണ്. ഞാനെന്താണ്ടും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കോടി സർവ്വലോക രക്ഷകനാണെന്നൊക്കെ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സകലത് അടിച്ചുകൊണ്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കണ പോലെ അല്ല, അമ്മാതിരിയാണ് കട്ടുകൊണ്ട് പോണത്. ഒരു തെളിവ് ഇവന്മാരെ അവശേഷിപ്പിക്കൂല. അതാണ് ഇവരുടെ പ്രത്യേകത. എല്ലാ കളവും നടത്തുന്നത് നമ്മളെ വീട്ടിലാണ്. എന്തെങ്കിലും ഇവന്മാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാന്ന് ചോദിക്കും. അതാണ് ഇവന്മാരുടെ പരിപാടി. ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനായിട്ട് ഇന്നവരെ ആർക്കെങ്കിലും പറ്റിയാറുണ്ട്? കോടതിക്ക് പറ്റിയാറുണ്ട്, പോലീസിന് പറ്റിയാറുണ്ട്, പട്ടാളത്തിന് പറ്റിയാറുണ്ട്? അല്ല ബ്രോ, ഈ കള്ളന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ നാട്ടിലെ ഈ പട്ടിണിക്കാരനും പാവപ്പെട്ടവനും കള്ളപ്പണക്കാരനെ കൂടെ സ്വർണ്ണം അവിടെ കൊണ്ടുകൊടുത്തിട്ടല്ലേ അല്ലെ കക്കണത്? അവർക്കറിയോ? അപ്പോൾ സ്വർണം കൊണ്ടുവെക്കും ഈ പാവങ്ങള് എല്ലാവർക്കും സ്വർണം കൊണ്ടുവെക്കും. നമ്മളെ പേരിലാണ് സ്വർണം കൊണ്ടുവെക്കണത്. ഇതേ എല്ലാവർക്കും ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് അവര് വിചാരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. ഇപ്പൊ എന്റെ പേരിൽ ഇവിടെ ഒരു ഭൂമി കച്ചവടം നടന്നു. പറമ്പിന്റെ കേസൊക്കെ അതൊരു പിതാവ് തന്നെയാണ് ഭൂമി വിറ്റതെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മുടെ അബ്ബയ എന്ന് പറഞ്ഞ പെങ്കൊച്ചു മരിച്ചു. എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും? ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ച് ഒരു കോള് ഞാൻ കണ്ടു. പക്ഷെ ആ സമയത്തുണ്ടല്ലോ, ജലന്ധറിൽ ഒരുത്തൻ 2-3 കന്യാസ്ത്രീ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ച സമയം. വല്ലതും ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്? അത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താട്ടക്ക് അത് ചെയ്യാറുന്നല്ല. പക്ഷെ ഇവര് വിചാരിക്കണതാണെന്നറിയാമോ? മനുഷ്യര് വിചാരിക്കണത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നാണ്, ഇതിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളൂ. നമുക്കെല്ലാം അറിഞ്ഞൂടും നമ്മുടെ അവസ്ഥ. ഇത് ബ്രോഡ് അവിടെ മാത്രമല്ല, ഇങ്ങേരുടെ വീടെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകണ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു മാസം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്റെ വീട്ടിന്റെ അടുക്ക് വരും. എന്നിട്ട് പറയാം ആ വീട് കാണാണെന്നും പറഞ്ഞു വന്നിട്ട് എന്റെ പൊന്ന് ബ്രോ, ഒരാഴ്ച എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല അൽഫാമാ മന്തിയൊക്കെ മേടിച്ച് തിന്നിട്ട് കാശ്മീരിലൊക്കെ പോക്കൂടെ? എന്റെ വീട്ടിലേക്ക് വരണ എന്തൊരു ശല്യം നോക്കിയാൽ. മരിച്ചു എന്നിട്ടും എനിക്ക് കുറ്റം. എനിക്ക് അല്ല, മരിച്ചതിനും കുറ്റം, അവിടെ വന്നതിനും കുറ്റം, അതൊക്കെ എനിക്ക്. ഈ പാവപ്പെട്ട ഞാനിപ്പോ എന്ത് ചെയ്യും? മറ്റേ വിജയമല്യ അങ്ങനെയുള്ള മറ്റേ ആള് കൊണ്ടുപോയി അയാള് നാട്ടുകാരെ പറ്റിച്ച, നാട്ടുകാരെ കുടിപ്പിച്ച് തൊഴിലാളികളെ പറ്റിച്ച കാശ് കൊണ്ടുവന്നിട്ട് എന്റെ കുടിലുമ്മ പൂശിയേക്കണ്. എന്നിട്ട് അത് ഇവന്മാരടിച്ചുകൊണ്ട് പോയേക്കണ്. നമ്മളെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തല്ലോടുന്നത്. എടി കൂട്ടുക, തല്ലോടുക, വർഗീയല്ല. ഇവന്മാര് തമ്മിൽ തല്ലാണ്. ഞാനൊരു കാര്യം പറയാ, ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല ഈ എന്റെ പേരും പറഞ്ഞിട്ട് തല്ലുപിടിക്കാനായിട്ട്. ഒരു ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടില്ല. അത് ശരിയല്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ പച്ചിരി അടിച്ച് പോകണം, അത്രല്ലേ ഉള്ളു. അല്ലാണ്ട് ഇപ്പൊ സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് നമ്മൾ മടുത്തിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം ബ്രോ, നമുക്കിതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ, എവിടേക്കെങ്കിലും രക്ഷപ്പെടാം. അതല്ലടോ, ഞാൻ ഈ എന്റെ മറ്റേ കുടിലിന്റെ ഫ്രണ്ടിൽ തത്വമസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം തത്വം അത് നീയാകുന്നു. എന്നിട്ട് ഇവന്മാര് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്ന് നോക്കട്ടെ. നിന്റെ കുരിശിനെക്കാട്ടും വലിയൊരു സാധനമാണിത്. ഈ കുരിശില് ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളോ? എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട് കൈ കാലൊക്കെ? വാ, നമുക്ക് എന്തായാലും നമുക്ക് മടുത്ത് എന്നറിയാമോ നമ്മള് ഉഷാറായി. നമുക്കൊന്ന് കാര്യം പോയാലോ? ഇവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പോവാം. യേശു, എത്ര കാലങ്ങളാ ഞാൻ സന്തോഷം കൊണ്ട് നമുക്ക് കാര്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. കൊണ്ടാറാവാനായിട്ട് ഈ ഒടുക്കത്തെ തല്ലുപിടിച്ച് എങ്ങാടെ